നമസ്കാരം ഗൈസ്, നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് എൻ്റെ ഓഫീസിലുള്ള ഞങ്ങളുടെ ടീമിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. 10ഓളം വരുന്ന ടീമിന് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പുലാവും അതുപോലെ തന്നെ ബട്ടർ ചിക്കനും ബട്ടർ പനീർ മസാലയും കൂടെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഫുഡുകളാണിത്. നമുക്കറിയാം, ചെറിയൊരു പ്ലേറ്റിന് പോലെ 260 രൂപ തൊട്ട് 300 രൂപ വരെ വില വരുന്ന ഐറ്റംസാണിത്. നമ്മൾ നിസ്സാര വിലയ്ക്കാണ്, നിസ്സാര റേറ്റിലാണ് ഈ സംഭവം നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്കാണ്. സാധാരണ അതുപോലെ തന്നെ ജോമി ഇവിടെ ബിരിയാണി ചെയ്യുന്നുണ്ട്, ജിജി ഇവിടെ ഉണ്ട് ബിരിയാണി ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ തന്നെ നമുക്ക് പുറലങ്ങാട് കോഴയിൽ ബിരിയാണി കൊടുക്കുന്നതുകൊണ്ട് അതുകൂടാതെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെറിയ രീതിയിൽ ചെറിയ ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ, സ്റ്റാർ ഹോട്ടലുകളിൽ കിട്ടുന്ന ഫുഡുകൾ നമ്മൾ നിസ്സാരമായ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഞങ്ങളിന്ന് പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ അടുത്ത് തണലോരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തണലോരം, അവിടേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ ഔട്ടിങ്. ആലപ്പുഴയിലുള്ള ഓഫീസിലുള്ള മറ്റു ടീമംഗങ്ങളൊക്കെ അങ്ങോട്ട് വരും. അപ്പോൾ അവർക്കുള്ള ഫുഡാണ് നമ്മളിപ്പം എടുത്തിരിക്കുന്നത്. ബാക്കി തണലോരത്തെ വിശേഷം അവിടെ വെച്ച് കാണാം. നമ്മൾ ഏറ്റുമാനൂർ നേരെ മണർകാട് റോഡ് ബൈപ്പാസ്, ഇപ്പോൾ പട്ടിത്താനം ബൈപ്പാസിൽ നിന്നാണ് ഞാൻ തിരിഞ്ഞത്. അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ പോകുന്നത് മണർകാട് റോഡാണ്. മണർകാട് റോഡിൽ പൂവത്തുങ്കൽ ജംഗ്ഷനിൽ തിരിഞ്ഞാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് പോകേണ്ടത്. ഇതാണ് പൂവത്തുംമൂട് ജംഗ്ഷൻ. പൂവത്തുംമൂട് ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞാണ് പോകേണ്ടത്. അപ്പോൾ ഇതാണ് പൂവത്തുംമൂട് പാലമാണിത്. ഏറ്റുമാനൂർ അമ്പലത്തിൽ ആറാടിൻ്റെ സമയത്ത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റുമാനപ്പൻ്റെ ആറാട്ട് ഈ പുഴയിലാണ് ഇത് ചെയ്യുന്നത്. ഈ പാലം കടന്നു ചെന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് വേണം നമുക്ക് തണലോരത്തേക്ക് പോകാനും കഴിഞ്ഞ് ആ ഷാപ്പിൻ്റെ സൈഡിലുള്ള റോഡിലേക്ക് തിരിഞ്ഞ് കയറിയിരിക്കുകയാണ്. കുറച്ചിങ്ങനെ മുമ്പോട്ട് പോകുന്നു കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് കയറ്റം കയറിയുള്ള വഴിയാണ് നമ്മൾ പോകേണ്ടത്. ഇത് ഈ കാണുന്ന വഴി, കയറ്റം കയറിയുള്ള വഴി. ഗൈസ്, അങ്ങനെ നമ്മൾ തണലോരത്ത് എത്തിയിരിക്കുകയാണ്. തണലോരത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണത്. രാവിലെ പറഞ്ഞ പോലെ തന്നെ തണലോരത്തെത്തി അതിമനോഹരമായ ഒരു സ്ഥലമാണിത്. നമുക്ക് ഇവിടെ കയറിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീനച്ചിലാറിൻ്റെ തീരത്ത് മുള കൊണ്ടുള്ള ഒരു എന്താ പറയുന്നത്, അതിമനോഹരമായ പ്രകൃതിയുടെ അതിമനോഹരമായ ഒരു വിശ്രമ കേന്ദ്രമാണിത്. പല യൂട്യൂബർമാരും ചെയ്തിട്ടുള്ളതാണ് പ്രദേശത്തെക്കുറിച്ചുള്ള വീഡിയോ. ഇതിൻ്റെ ചരിത്രം, ഇതെങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്നത് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരനായ നമ്മുടെ ഒരു ചേട്ടനുണ്ട്, അനിൽ എന്നാണ് പേര്. ആ ചേട്ടനോട് നമുക്ക് ഇതിൻ്റെ വിശദമായ കാര്യങ്ങളൊന്ന് ചോദിക്കാം. അപ്പോൾ അനിലേട്ടാ, നമ്മുടെ ഈ തണലോരം ഇതിങ്ങനെ ആയത്, മീനച്ചിലാറിൻ്റെ തീരത്ത് ഇങ്ങനെ ഒരു വിശ്രമ കേന്ദ്രം വന്നതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമോ? ഇത് മീനച്ചിലാറ് മീനന്തലാർ കൊടുകാട് പദ്ധതിയുടെ ഭാഗമായിട്ട് 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. നാട്ടുകാരുടെയും ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയക്കാരുടെയും അനുഭവത്തോടുകൂടി നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. അത് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാർ വന്നിട്ടാണ് ഇത്ര നന്നായി പ്രവർത്തിക്കുന്നത്. അതിനെല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും വരിക, സന്ദർശിക്കുക. ധാരാളം ആളുകൾ വരുന്നുണ്ടല്ലേ? ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് മുളയുടെ ഒരു ഭംഗിയാണല്ലേ? മുളയുടെ കീഴിലുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്, എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പ്രായഭേദമന്യേ എല്ലാവരും വിസിറ്റ് ചെയ്യുന്നതാണ്, കുടുംബസമേതം വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫിഷിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഫിഷിംഗ് ഉണ്ട്. ഫിഷിങ്ങിന് അനുയോജ്യമായ രീതിയിലാണ് ഈ ആറിൻ്റെ ഈ ഒരു ഭാഗം കിടക്കുന്നത് അല്ലേ? ചാണ്ടിയമ്മൻ വലിയ വാഗ്ദാനമൊക്കെ ചെയ്തു. 21 തീയതി ബോട്ടൊക്കെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മാസം 21 തീയതി ബോട്ടിംഗ് ഒക്കെ അദ്ദേഹം ചെയ്തു തരും. ആ പ്രതീക്ഷ നമ്മൾ നൽകുന്നു. അതുപോലെ നമ്മൾ എടുത്തോ പറഞ്ഞോ, നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. ഇവിടെ ഒരു ചെറിയൊരു ടീ ഷോപ്പല്ല, വെള്ളം, കൂൾ ബാറുണ്ട്, മറ്റു കാര്യങ്ങൾ. അതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഫുഡ് നമ്മൾ റെഡിയാക്കി കൊടുക്കും. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികളും ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഇതുപോലുള്ള മനോഹരമായ സ്ഥലങ്ങൾ നാട്ടുകാരുടെ അതേ രീതി തന്നെ ഒന്നും ചെയ്യാതെ, അതെ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും.
അപ്പം കോട്ടയം ജില്ലയിൽ ഇതുപോലെ പ്രകൃതിരമണീയമായ ഭാഗങ്ങളൊക്കെ നാട്ടുകാരുടെ സഹായത്തോടെ ഏറ്റെടുത്ത് ഏറ്റവും ഭംഗിയായ രീതിയിൽ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ ഉപയോഗിക്കട്ടെ അല്ലേ? ഏറുമാടം ഉണ്ടല്ലേ? ഓക്കെ. നമ്മളിവിടെ ഏറുമാടങ്ങളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതും ഉടനെ തന്നെ ഓപ്പൺ ആവും. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള വോളിബോൾ കോർട്ടുണ്ട്, ഷട്ടിൽ കോർട്ടുണ്ട്, ബാറ്റൊക്കെ ആയിട്ട് വന്നാൽ കളിക്കാം. ബോളും നെറ്റ് ഇവിടെ ഉണ്ട് ഓൾറെഡി. ഞങ്ങളിന്ന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാറ്റ്, ഷട്ടിൽ ബാറ്റ്, ബോള്, അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പിള്ളേർക്ക് കളിക്കാനും ഈ അവധിക്കാലം കുട്ടികളെ ഫോണിൽ നിന്ന് അത് കുറച്ച് മാറി എൻജോയ് നടക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ലോയേ 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 ചാട്. ആ ആ